What is research? Our first module is related with research in social science. In that module, the first part give importance to meaning, importance and challenges to social science research. So, what is research? എന്താണ് റിസർച്ച് എന്ന് പറയുന്നത്? The word research can be divided into two words. നിങ്ങൾ നോക്കൂ ഏതൊക്കെയാണ് ആ വേർഡ്സ്. റീസെർച്ച്, പിന്നെയും അന്വേഷിക്കുക. റീസെർച്ച്, പിന്നെയും അന്വേഷിക്കുക. അപ്പോൾ റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റിസർച്ച് സിംപ്ലി മീൻസ് എ സെർച്ച് ഫോർ ഫാക്ട്സ്, ആൻസർ ടു ക്വസ്റ്റ്യൻസ് ആൻഡ് സൊല്യൂഷൻസ് ടു പ്രോബ്ലംസ്. റിസർച്ചിനെ വളരെ സിമ്പിളായി, വളരെ ലഘുവായി നമ്മൾ വിലയിരുത്തിയാൽ മീൻസ് എ സെർച്ച് ഫോർ ഫാക്ട്സ്, വസ്തുതകളെക്കുറിച്ചുള്ള അന്വേഷണമാണ്, വസ്തുതകളിലേക്കുള്ള അന്വേഷണമാണ്. ആൻസർ ടു ക്വസ്റ്റ്യൻസ് ആൻഡ് സൊല്യൂഷൻ ടു പ്രോബ്ലംസ്, നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് ഉത്തരം നൽകുകയും നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് ഉപാധികൾ കണ്ടുപിടിക്കുകയും ചെയ്യലാണ്, അല്ലെങ്കിൽ സൊല്യൂഷൻ പറയുകയുമാണ് റിസർച്ചിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. റിസർച്ച് എന്ന് പറയുന്നത്, റിസർച്ച് മെത്തഡോളജി ഒരു വരണ്ട സബ്ജക്റ്റാണ്. റിസർച്ച് മെത്തഡോളജി പഠിക്കുക എന്ന് പറയുന്നത് രസകരമാകണമെങ്കിൽ നമ്മൾ ഊർജ്ജസ്വലമായിരിക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം, റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? റിസർച്ച് സിംപ്ലി മീൻസ് എ സെർച്ച് ഫോർ ഫാക്ട്സ്, ആൻസർ ടു ക്വസ്റ്റ്യൻസ് ആൻഡ് സൊല്യൂഷൻ ടു പ്രോബ്ലംസ്, നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുകയും ആ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുകയുമാണ് റിസർച്ചിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. നമ്മൾ സോഷ്യൽ സയൻസ് റിസർച്ചാണ് നോക്കുന്നത്, അത് പിന്നീട് പറയാം. ഇറ്റ് ഈസ് എ പർപ്പോസീവ് ഇൻവെസ്റ്റിഗേഷൻ, ഇറ്റ് ഈസ് ആൻ ഓർഗനൈസ്ഡ് എൻക്വയറി. വെറുതെ ഒരു അന്വേഷണമല്ല, അതിന് കൃത്യമായ ലക്ഷ്യങ്ങളോടുകൂടിയ അന്വേഷണമാണ്, ചിട്ടപ്പെടുത്തിയ അന്വേഷണമാണ്, ചിട്ടയോടുകൂടി നടത്തേണ്ട അന്വേഷണമാണ്. അപ്പം ചിട്ടയോടുകൂടി ലക്ഷ്യത്തോടുകൂടി നടത്തുന്ന അന്വേഷണത്തിനെയാണ് നമുക്ക് റിസർച്ച് എന്ന് പറയാൻ വേണ്ടി കഴിയുക. ഇറ്റ് സീക്സ് ടു ഫൈൻഡ് എക്സ്പ്ലനേഷൻസ് ടു അൺഎക്സ്പ്ലെയിൻഡ് ഫിനോമിനൻ, ടു ക്ലാരിഫൈ ദി ഡൗട്ട്ഫുൾ പ്രൊപ്പോസിഷൻസ് ആൻഡ് ടു കറക്റ്റ് ദി മിസ്കൺസീവ്ഡ് ഫാക്ട്സ്. പല കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് തെറ്റായ ധാരണകളുണ്ട്, തെറ്റായ അഭിപ്രായമുണ്ട്. ഉദാഹരണത്തിന്, ടിപ്പു സുൽത്താൻ എന്തുകൊണ്ടാണ് ഒരു മതവിരോധിയായത് എന്ന് പറഞ്ഞ അഭിപ്രായം തെറ്റായി പ്രചരിപ്പിക്കപ്പെടുന്നു. അപ്പൊ അദ്ദേഹം മതവിരോധിയാണ് എന്നുള്ളത് തെറ്റായ അഭിപ്രായമാണ്, അല്ലെങ്കിൽ അത് പരിശോധിക്കപ്പെടേണ്ട അഭിപ്രായമാണ്. കൃത്യമായ പരിശോധനകളില്ലാതെ ചില ആളുകൾ പറയുന്ന അഭിപ്രായമാണത്. അത് യഥാർത്ഥ വിജ്ഞാനമാണോ? അല്ല. അത് യഥാർത്ഥ വിജ്ഞാനമാകണമെങ്കിൽ എന്തു വേണം? അതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വരണം. ഇറ്റ് സീക്സ് ടു ഫൈൻഡ് എക്സ്പ്ലനേഷൻ ടു അൺഎക്സ്പ്ലെയിൻഡ് ഫിനോമിനൻ. ഇതുവരെ വിശദീകരിക്കാത്ത, ചിലപ്പോൾ അൺഎക്സ്പ്ലെയിൻഡ് ആവാം, എക്സ്പ്ലെയിൻഡും ആവാം, വിശദീകരിക്കാത്തതോ, ഇതുവരെ വിശദീകരിക്കാത്തതോ അല്ലെങ്കിൽ വിശദീകരിച്ചതോ ആയ പ്രതിഭാസങ്ങൾക്ക് കൃത്യമായ വിശദീകരണം നൽകുക. ടു ക്ലാരിഫൈ ദി ഡൗട്ട്ഫുൾ പ്രൊപ്പോസിഷൻസ് ആൻഡ് ടു കറക്റ്റ് ദ മിസ്കൺസീവ്ഡ് ഫാക്ട്സ്. തെറ്റിദ്ധരിക്കപ്പെട്ട വസ്തുതകൾക്ക്, തെറ്റിദ്ധരിക്കപ്പെട്ട അഭിപ്രായങ്ങൾക്ക്, ഡൗട്ട്ഫുൾ പ്രൊപ്പോസിഷൻസ് അഭിപ്രായം എന്ന് പറയാം, അല്ലെങ്കിൽ വിശ്വാസ പ്രമാണം, ഇതിനെല്ലാം ക്ലാരിഫൈ ചെയ്യുക, അതിന് കൃത്യത നൽകുക. ടിപ്പു സുൽത്താനെ കുറിച്ച് തന്നെ പറഞ്ഞാൽ, ടിപ്പു സുൽത്താൻ എന്തുകൊണ്ട് മതവിരോധിയായി എന്ന് പറയുമ്പോൾ
അന്ന് ഇവിടെ നിലനിന്നിരുന്ന സാമൂഹ്യ സാഹചര്യങ്ങളാണ്, സോഷ്യൽ കണ്ടീഷൻസ് ആണ് അദ്ദേഹത്തിന് ഒരു മതവിരോധി എന്ന് ടേം ചെയ്യാൻ കാരണമായത്. ബിക്കോസ് ഓൺ ദാറ്റ് ടൈം ഇൻ കേരള പ്രിവെയിൽസ് ദ ഹിന്ദു ബ്രാഹ്മണിക്കൽ സിസ്റ്റം. ഹിന്ദു ബ്രാഹ്മണിക്കൽ സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താണ്? ഈ ബ്രാഹ്മണിക്കൽ സിസ്റ്റം അനുസരിച്ച് ഹയറാർക്കിക്കൽ ഓർഡറിൽ ടോപ്പിലുള്ള ആളുകൾക്ക് നികുതികളിൽ നിന്ന് അവർ ഒഴിവാക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ ബ്രഹ്മസ്വത്തിനും ദേവസ്വത്തിനും നികുതി കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ടിപ്പു സുൽത്താൻ മലബാറിലേക്ക് കടന്നു വരുന്ന സമയത്ത് അദ്ദേഹം എല്ലാവർക്കും, ബ്രാഹ്മണനെന്നോ ക്ഷത്രിയനെന്നോ നായരെന്നോ വ്യത്യാസമില്ലാതെ ഭൂസ്വത്ത് കയ്യിലുള്ള എല്ലാവർക്കും നികുതി ഏർപ്പെടുത്തി. അപ്പോൾ അന്ന് നികുതി ഏർപ്പെടുത്തുക എന്ന് പറയുന്നത് അദ്ദേഹത്തിനെ സംബന്ധിച്ച് രാജ്യത്തിനകത്ത് പ്രധാനപ്പെട്ട ഒരു പരിഷ്കരണ പ്രസ്ഥാനമായിരുന്നുവെങ്കിൽ, മതവിശ്വാസികളെ സംബന്ധിച്ച് അവരുടെ മതത്തിന്റെ ഭാഗമായി നികുതി കൊടുക്കേണ്ടാത്ത ആളുകൾക്ക് നികുതി കൊടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിനെ മതവിരോധിയായി പ്രഖ്യാപിക്കാനുള്ള കാരണം. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇവിടെ മിസ്കൺസീവ്ഡ് ഫാക്ട് എന്താണ്? ടിപ്പു സുൽത്താൻ ഒരു മതവിരോധിയാണ്. ഈ മിസ്കൺസീവ്ഡ് ഫാക്റ്റിനെ ക്ലാരിഫൈ ചെയ്യുമ്പോൾ നമ്മൾ ചരിത്രത്തിനെ പരിശോധിച്ചു. ചരിത്രത്തിനെ വസ്തുതാപരമായി പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കി, യഥാർത്ഥത്തിൽ അദ്ദേഹം ഇവിടെ നികുതി പരിഷ്കരണം കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ ഭാഗമായി ജനങ്ങൾക്കെല്ലാം നികുതി ഏർപ്പെടുത്തി. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ അന്നത്തെ ആളുകൾ മതവിരോധിയായി പ്രഖ്യാപിച്ചത്. അതിപ്പോഴും തെറ്റിദ്ധാരണാപരമായി ജനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. റിസർച്ച് എന്ന് പറഞ്ഞാൽ, ഒന്നുകൂടി പറഞ്ഞാൽ, ആൻസർ ടു ക്വസ്റ്റ്യൻസ്, എ മീൻസ്, റിസർച്ച് സിംപ്ലി മീൻസ് എ സെർച്ച് ഫോർ ഫാക്ട്സ്, answer to questions and solution to problems. It is a purposive investigation. It is an organized inquiry. It seeks to find explanation to unexplained phenomena, to clarify the doubtful propositions and to correct the misconceived facts. The search for facts may be made through either arbitrary മെത്തേഡ് ഓർ സയന്റിഫിക് മെത്തേഡ്. നമുക്ക് ഒരു കാര്യത്തെക്കുറിച്ചുള്ള അന്വേഷണം ശാസ്ത്രീയമായി നടത്താം, അല്ലെങ്കിൽ നമുക്ക് തോന്നിയതുപോലെ നടത്താം. നമുക്ക് തോന്നിയതുപോലെ നടത്തുന്നതിനെയാണ് ആർബിട്രറി മെത്തേഡ് എന്ന് പറയുന്നത്. ആർബിട്രറി, തന്നിഷ്ടപ്രകാരം ചെയ്യുക. ഈ ആർബിട്രറി മെത്തേഡ് അൺസയന്റിഫിക് മെത്തേഡാണ്. ആർബിട്രറി മെത്തേഡിന്റെ ഭാഗമായി നമ്മൾ കുറേ കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടി അതാണ് ശരിയെന്ന് വിശ്വസിക്കുന്നത് ചിലപ്പോൾ ആർബിട്രറി മെത്തേഡാവാം. സെർച്ച് ഫോർ ഫാക്ട്സ്, വസ്തുതാന്വേഷണം എന്ന് പറയുന്നത് തന്നിഷ്ടപ്രകാരവുമാകാം, അല്ലെങ്കിൽ ശാസ്ത്രീയവുമാവാം. ആർബിട്രറി മെത്തേഡ് എന്ന് പറഞ്ഞാൽ, ആർബിട്രറി മെത്തേഡ് ഓഫ് സീക്കിംഗ് ആൻസർ ടു ക്വസ്റ്റ്യൻസ് ഈസ് ബേസ്ഡ് ഓൺ ഇമാജിനേഷൻ, ഒപ്പീനിയൻ, ബ്ലൈൻഡ് ബിലീഫ് ഓർ ഇംപ്രഷൻ. തന്നിഷ്ടപ്രകാരമുള്ള വസ്തുതാന്വേഷണം, അതിനുപയോഗിക്കുന്ന മാർഗങ്ങൾ ഇതൊക്കെയാണ്. ഇമാജിനേഷൻ, സ്വപ്നം കാണൽ; അഭിപ്രായം മാത്രം പറയൽ; അന്ധമായ വിശ്വാസങ്ങൾ ഉണ്ടായിരിക്കൽ; അല്ലെങ്കിൽ നമുക്കൊരു തോന്നലുണ്ടാകൽ, ഇംപ്രഷൻ ഉണ്ടാകൽ. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇറ്റ് വാസ് ബിലീവ്ഡ് ദാറ്റ് ദ ഷേപ്പ് ഓഫ് ദി എർത്ത് വാസ് ഫ്ലാറ്റ്. ഇപ്പൊ പഴയകാല ആളുകൾ ഭൂമി പരന്നതാണ് എന്നാണ് വിശ്വസിച്ചിരുന്നത്. യഥാർത്ഥത്തിൽ അത് ശരിയാണോ? അതൊരു ഒപ്പീനിയനാണ്, ഇമാജിനേഷനാണ്. അപ്പോൾ പിന്നീട് ചരിത്രപരമായി അല്ലെങ്കിൽ ശാസ്ത്രീയമായി അന്വേഷിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഭൂമി പരന്നതല്ല, അതൊരു ഏകദേശം ഒരു ഉരുണ്ട ഷേപ്പിലാണ് എന്നാണ്. കറക്റ്റ് ഉരുണ്ടതല്ല, ഏകദേശം ഒരു ഉരുണ്ട ഷേപ്പിലാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ പിന്നെ അല്ലാതെ തന്നെ മറ്റു ചില അഭിപ്രായങ്ങളുണ്ടായിരുന്നു. പാമ്പുകൾ, വലിയ പാമ്പിന് സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ വിഴുങ്ങാൻ കഴിയും. അങ്ങനെ സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ പാമ്പ് വിഴുങ്ങുന്നത് കൊണ്ടാണ് ചന്ദ്രഗ്രഹണവും സൂര്യഗ്രഹണവും ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു. ആക്ച്വലി അത് ശരിയാണോ? അല്ല എന്ന് ശാസ്ത്രീയമായ വസ്തുതാന്വേഷണത്തിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. അപ്പോൾ ശാസ്ത്രീയമായ വസ്തുതാന്വേഷണമാണ് യഥാർത്ഥത്തിൽ റിസർച്ച് എന്ന് പറയുന്നത്, ആർബിട്രറി അന്വേഷണമല്ല. ആർബിട്രറി മെത്തേഡ് സയന്റിഫിക് മെത്തേഡല്ല. ഇനി ദി ആർബിട്രറി മെത്തേഡ് സഫേഴ്സ് ഫ്രം സീരിയസ് വീക്ക്നെസ് ഓർ ഡ്രോബാക്സ്. It is subjective. The finding will vary from person to person depending on his impression or imagination. It is vague and inaccurate.
ആർബിട്രറി മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒത്തിരി പരാജയങ്ങളുള്ളതാണ്, ഒത്തിരി വീക്ക്നെസ് ഉള്ളതാണ്. ഇറ്റ് ഈസ് സബ്ജക്റ്റീവാണ്. ഓരോ വ്യക്തിക്കും ഓരോ അഭിപ്രായമായിരിക്കും. സബ്ജക്റ്റീവാണ്. ദി ഫൈൻഡിങ് വിൽ വേരി ഫ്രം പേഴ്സൺ ടു പേഴ്സൺ ഡിപ്പെൻഡിങ് ഓൺ ഹിസ് ഇംപ്രഷൻ ഓർ ഇമാജിനേഷൻ. ഓരോ വ്യക്തിക്കും തൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് വസ്തുതകൾ വ്യത്യാസപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഒരു തരത്തിലും കൃത്യതയുള്ളതല്ല, അത് ഇനാക്യുറേറ്റ് ആണ് എന്നുള്ളതാണ്. സയന്റിഫിക് മെത്തേഡിന്റെ പ്രത്യേകത എന്താണ്? രണ്ടാമത്തെ മെത്തേഡ്, അന്വേഷണം രണ്ടു തരത്തിലാവാമെന്ന് പറഞ്ഞു. ദ സെർച്ച് ഫോർ ഫാക്ട്സ് മേ ബി മെയ്ഡ് ത്രൂ എയ്തർ ആർബിട്രറി ഓർ സയന്റിഫിക് മെത്തേഡ്. രണ്ടാമത്തത് സയന്റിഫിക് മെത്തേഡാണ്. ദിസ് ഈസ് എ സിസ്റ്റമാറ്റിക് റാഷണൽ അപ്രോച്ച് ടു സീക്കിംഗ് ഫാക്ട്സ്. സയന്റിഫിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ വ്യവസ്ഥാപിതമായ യുക്തിയുള്ള സമീപനമാണ്. അപ്പോൾ വസ്തുതകളെ അന്വേഷിക്കുന്നതിന് വ്യവസ്ഥാപിതമായ യുക്തിയുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട സമീപനത്തിനെയാണ് സയന്റിഫിക് മെത്തേഡ് എന്ന് പറയുന്നത്. ഇറ്റ് എലിമിനേറ്റഡ് ദി ഡ്രോബാക്സ് ഓഫ് ദി ആർബിട്രറി മെത്തേഡ്. ആർബിട്രറി മെത്തേഡിന് എന്തൊക്കെ പരാധീനതകളുണ്ടോ അതിനെല്ലാം ഇവിടെ ഇത് ദൂരീകരിക്കുന്നു. ഇറ്റ് ഈസ് ഒബ്ജക്റ്റീവ്. നേരത്തെ പറഞ്ഞു വ്യക്തി അധിഷ്ഠിതമെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഇത് ഒബ്ജക്റ്റീവാണ്, കൃത്യമായി ഉത്തരം കിട്ടുന്നതാണ്, പ്രിസൈസ് ആണ്, ആൻഡ് അറൈവ്സ് അറ്റ് കൺക്ലൂഷൻ ഓൺ ദ ബേസിസ് ഓഫ് വെരിഫിയബിൾ എവിഡൻസസ്. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വസ്തുതകൾ രൂപപ്പെടുത്തിയെടുത്ത ഒബ്ജക്റ്റീവായ പ്രിസൈസായ വസ്തുതകളിലേക്ക് എത്തുന്ന മെത്തേഡാണ് യഥാർത്ഥത്തിൽ സയന്റിഫിക് മെത്തേഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ റിസർച്ചിനെ നമുക്ക് ഇങ്ങനെ പറയാം: റിസർച്ച് ഈസ് എ സിസ്റ്റമാറ്റിക് ആൻഡ് ലോജിക്കൽ സ്റ്റഡി ഓഫ് ആൻ ഇഷ്യൂ ഓർ പ്രോബ്ലം ഓർ ഫിനോമിന ത്രൂ സയന്റിഫിക് മെത്തേഡ്. റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? റിസർച്ച് ഈസ് എ സിസ്റ്റമാറ്റിക് ആൻഡ് ലോജിക്കൽ സ്റ്റഡി ഓഫ് ആൻ ഇഷ്യൂ ഓർ പ്രോബ്ലം ഓർ ഫിനോമിനൻ ത്രൂ സയന്റിഫിക് മെത്തേഡ്. ശാസ്ത്രീയമായ രീതികളിലൂടെ ഒരു പ്രശ്നത്തെ അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തെ വ്യവസ്ഥാപിതമായി യുക്തിയോടുകൂടി ലോജിക്കലായി നടത്തുന്ന പഠനത്തിനെയാണ് യഥാർത്ഥത്തിൽ അന്വേഷണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിസർച്ച് എന്ന് പറയുന്നത്, യഥാർത്ഥ നല്ല പഠനം എന്ന് പറയുന്നത്. കെർലിഞ്ചർ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്, KERLINGER, കെർലിഞ്ചർ. അദ്ദേഹം റിസർച്ചിനെ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്: സിസ്റ്റമാറ്റിക്, കൺട്രോൾഡ്, എംപിരിക്കൽ ആൻഡ് ക്രിറ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ഹൈപ്പോത്തറ്റിക്കൽ പ്രൊപ്പോസിഷൻസ് അബൌട്ട് ദി പ്രിസ്യൂംഡ് റിലേഷൻസ് എമംഗ് നാച്ചുറൽ ഫിനോമിന. ഒന്നുകൂടെ പറയാം: സിസ്റ്റമാറ്റിക്, കൺട്രോൾഡ്, empirical and critical investigation of hypothetical propositions about the presumed relations among natural phenomena. ഏതെങ്കിലും ഒരു പ്രതിഭാസത്തെക്കുറിച്ചുള്ള ഹൈപ്പോത്തറ്റിക്കൽ പ്രപ്പോസിഷൻ, അതായത് ഊഹാപോഹങ്ങളെ എന്ത് ചെയ്യുന്നു? സിസ്റ്റമാറ്റിക്കായ, വ്യവസ്ഥാപിതമായ, കൺട്രോൾഡായ, എംപിരിക്കലായ. എംപിരിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രയോഗ സിദ്ധാന്തം എന്നാണ് മലയാളത്തിൽ കൃത്യം പറഞ്ഞാൽ പറയുക. അതായത് നിരീക്ഷണങ്ങളിലൂടെ കാര്യങ്ങളെ സ്ഥാപിച്ചെടുക്കുന്നതിനാണ് എംപിരിക്കൽ എന്ന് പറയുന്നത്. എംപിരിക്കൽ ആൻഡ് ക്രിറ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ. അപ്പോൾ ഏതെങ്കിലും ഒരു പ്രതിഭാസത്തെക്കുറിച്ചുള്ള, ഏതെങ്കിലും ഒരു സംഭവത്തെക്കുറിച്ചുള്ള, ഏതെങ്കിലും ഒരു വസ്തുതയെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങളെ വ്യവസ്ഥാപിതമായി, നിയന്ത്രിതമായി, പരീക്ഷണ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ വളരെ ആഴത്തിലുള്ള അന്വേഷണത്തിലൂടെ പഠിച്ചു മനസ്സിലാക്കുന്നതിനെയാണ് റിസർച്ച് എന്ന് കെർലിഞ്ചർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എമോറി, വേറൊരാള്, EMORY, എമോറി എന്ന് പറഞ്ഞ ആള്, എമോറി ഡിഫൈൻസ് റിസർച്ച് ആസ് എനി ഓർഗനൈസ്ഡ് ഇൻക്വയറി
ഡിസൈൻഡ് ആൻഡ് ക്യാരിഡ് ഔട്ട് ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ ഫോർ സോൾവിങ് എ പ്രോബ്ലം. ഒരു പ്രശ്നത്തെ പരിഹരിക്കുന്നതിന് നടത്തുന്ന ചിട്ടയോടുകൂടിയ കൃത്യമായ അന്വേഷണത്തിനെ നമുക്ക് റിസർച്ച് എന്ന് പറയാവുന്നതാണ് എമോറി പറഞ്ഞിരിക്കുന്നത്. ഇനി എൻസൈക്ലോപീഡിയ ഓഫ് സോഷ്യൽ സയൻസ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഇറ്റ് ഡിഫൈൻസ് റിസർച്ച് ആസ് ദ മാനിപ്പുലേഷൻ ഓഫ് ജനറലൈസിംഗ് ടു എക്സ്റ്റെൻഡ് കറക്റ്റ് ഓർ വെരിഫൈ നോളജ്. ഇതാണ് നമ്മൾ കുറച്ചുകൂടെ ആഴത്തിൽ പഠിച്ചിരിക്കേണ്ട ഒരു സംഗതി. എന്താണ് റിസർച്ച് എന്ന് പറയുന്നത്? എൻസൈക്ലോപീഡിയ ഓഫ് സോഷ്യൽ സയൻസ് പറയുന്നു, ദ മാനിപ്പുലേഷൻ ഓഫ് ജനറലൈസിംഗ് ടു എക്സ്റ്റെൻഡ് കറക്റ്റ് ഓർ വെരിഫൈ നോളജ്. വിജ്ഞാനം, ഈ വിജ്ഞാനത്തിനെ പരിശോധിച്ച് കൃത്യത വരുത്തി വളരെ ശ്രദ്ധയോടുകൂടി സാമാന്യവൽക്കരിക്കുന്ന പ്രക്രിയയാണ് റിസർച്ച് എന്ന് പറയുന്നത്. അപ്പോൾ വിജ്ഞാനത്തെ ശ്രദ്ധയോടുകൂടി പരിശോധിച്ച് ബാക്കിയുള്ള ആളുകളിലേക്ക് എത്തുന്നതിന് ഉതകുന്ന തരത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി, മാനിപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കിൽഫുൾ യൂസ് എന്നാണ് അതിൻ്റെ യഥാർത്ഥാർത്ഥം. സ്കിൽഫുൾ യൂസ്, അതായത് കഴിവുള്ള ആളുകൾ വളരെ ശ്രദ്ധയോടുകൂടി വിജ്ഞാനത്തിനെ പരിശോധിച്ച് ജനറലൈസ് ചെയ്യുന്ന പരിപാടി. ജനറലൈസേഷൻ എന്ന് പറഞ്ഞാൽ സാമാന്യവൽക്കരണം എന്ന് മലയാളത്തിൽ പറയാം. എല്ലാത്തിനെ കുറിച്ചും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ ഒരു ബോധമുണ്ടാക്കുന്നതിനെയാണ് സാമാന്യവൽക്കരണം എന്ന് പറയുന്നത്. അപ്പോൾ നിലനിൽക്കുന്ന വിജ്ഞാനത്തെ പരിശോധിച്ച് കൃത്യതയോടുകൂടി എല്ലാവരിലേക്കും എത്തുന്ന തരത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി സാമാന്യവൽക്കരിക്കുന്നതിനെയാണ് റിസർച്ച് എന്ന് പറയുന്നതെന്ന് എൻസൈക്ലോപീഡിയ ഓഫ് സോഷ്യൽ സയൻസ് പറയുന്നു. ഇനി ബ്ലാക്ക് ആൻഡ് ചാമ്പ്യൻ, അടുത്ത് വേറെ രണ്ട് തിയറിസ്റ്റാണ് അല്ലെങ്കിൽ രണ്ട് പണ്ഡിതന്മാരാണ്, ബ്ലാക്ക് ആൻഡ് ചാമ്പ്യൻ. അവർ പറയുന്നു റിസർച്ച് എന്ന് പറയുന്നത് scientific research consists of obtaining information through empirical observation that can be used for systematic development of logically related propositions, attempting to establish causal relations among variables. ബ്ലാക്ക് ആൻഡ് ചാമ്പ്യൻ പറഞ്ഞത് ഇങ്ങനെയാണ്: സയന്റിഫിക് റിസർച്ച് കൺസിസ്റ്റ് ഓഫ് ഒബ്റ്റൈനിങ് ഇൻഫർമേഷൻ, വിജ്ഞാനം സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവിടത്തെയും പ്രശ്നം. വിജ്ഞാനം, ഒബ്റ്റൈനിങ് ഇൻഫർമേഷൻ ത്രൂ എംപിറിക്കൽ ഒബ്സർവേഷൻ. എംപിറിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എംപിറിക്കൽ എന്ന് പറഞ്ഞാൽ നിരീക്ഷണങ്ങളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും, അല്ലാതെ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലല്ല. നിരീക്ഷണങ്ങളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും കിട്ടിയ വിജ്ഞാനം that can be used for systematic development of logically related propositions, attempting to establish causal relations among variables. അപ്പോൾ നമുക്ക് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ പുസ്തകം എന്ന് പറയുന്ന സംഗതി ഒരു വേരിയബിളാണ്. ഈ പുസ്തകം എന്ന് പറയുന്ന സംഗതിക്ക് പലതരത്തിലും നമുക്ക് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. പുസ്തകം ഒരു ക്വാണ്ടിറ്റിയാണ്. വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഒരു ക്വാണ്ടിറ്റിയാണ്. ഈ ക്വാണ്ടിറ്റിക്ക് എ ക്വാണ്ടിറ്റി ദാറ്റ് ക്യാൻ അസ്യൂം എനി സെറ്റ് ഓഫ് വാല്യൂസ് എന്നുള്ളതാണ് വേരിയബിളിന് ഡെഫിനിഷനായിട്ട് നമുക്ക് പറയാൻ പറ്റും. പുസ്തകം എന്ന് പറയുന്നത് ഒരു ക്വാണ്ടിറ്റിയാണ്. ദാറ്റ് ക്യാൻ അസ്യൂം എനി സെറ്റ് ഓഫ് വാല്യൂസ്. അതിന് നമുക്കൊരു മൂല്യം ചാർത്തി കൊടുക്കാൻ കഴിയും. നമുക്ക് മൂല്യം ചാർത്തി കൊടുക്കാൻ കഴിയുന്ന ഒരളവിനെയാണ് വേരിയബിൾ എന്ന് പറയുക. മൂല്യം ചാർത്തി കൊടുക്കാൻ കഴിയുന്ന ഒരളവ്. പുസ്തകം ഒരു വേരിയബിളാണ്. ഇനി നമ്മുടെ വിജ്ഞാനം എന്ന് പറയുന്നത് ഒരു വേരിയബിളാണ്. ഇതിനെല്ലാം ഒരു ക്വാണ്ടിഫൈ ചെയ്തെടുക്കാൻ വേണ്ടി കഴിയണം. അപ്പം വിവരത്തിന് പ്രായോഗിക പരീക്ഷണങ്ങളിലൂടെ ലോജിക്കലി യുക്തിസഹമായ
വേരിയബിളുകളിലൂടെ അല്ലെങ്കിൽ വേരിയബിളുകളെ യുക്തിസഹമായി വിശദീകരിച്ചുകൊണ്ട് കൃത്യമായ വിവരങ്ങളിലേക്ക് എത്തുന്ന പരിപാടിക്കാണ് റിസർച്ച് എന്ന് പറയുന്നതെന്ന് ബ്ലാക്കും ചാമ്പ്യനും അഭിപ്രായപ്പെടുന്നു. എന്താണ് ഈ റിസർച്ചിന്റെ പൊതു സ്വഭാവം? നമ്മൾ ഈ പറഞ്ഞതിൽ നിന്നെല്ലാം റിസർച്ചിന്റെ പൊതു സ്വഭാവം, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിസർച്ച്. എന്തൊക്കെയാണ് പ്രത്യേകിച്ച് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ? റിസർച്ച് എന്ന് പറയുന്നത് ഇത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. ഒരുപക്ഷെ പരീക്ഷയ്ക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിസർച്ച് എന്ന് പറയുന്ന എല്ലാ ചോദ്യങ്ങൾക്കും എഴുതാൻ പറ്റുന്ന സംഗതി. റിസർച്ച് ഈസ് എ സിസ്റ്റമാറ്റിക് ആൻഡ് ക്രിട്ടിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ഇൻ ടു എ ഫിനോമിന. വ്യവസ്ഥാപിതമായ അടുക്കും ചിട്ടയുമുള്ള ക്രിട്ടിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ആണ് റിസർച്ച് എന്ന് പറയുന്നത്. ഈ ക്രിട്ടിക്കൽ എന്ന് പറയുന്നത് എന്താ അർത്ഥം? എ സീരിയസ് എക്സാമിനേഷൻ ആൻഡ് ജഡ്ജ്മെന്റ് ഓഫ് സംതിങ് എന്നുള്ളതാണ് ക്രിട്ടിക്കൽ എന്ന് പറയുന്നത്. ഒരാളിനെ വിമർശിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ അതിൽ നീ കൊള്ളൂല, പോടാ പാടാ എന്ന് പറയുന്നതല്ല വിമർശനം എന്ന് പറയുന്നത്. എന്താണ് വിമർശനം എന്ന് പറയുന്നത്? സീരിയസ് എക്സാമിനേഷൻ ആൻഡ് ജഡ്ജ്മെന്റ് ഓഫ് സംതിങ്. എന്തിനെയെങ്കിലും വളരെ ശ്രദ്ധയോടുകൂടി വിലയിരുത്തുന്ന പരിപാടിക്കാണ് ക്രിറ്റിസിസം അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ ഇൻവെസ്റ്റിഗേഷൻ അതിൻ്റെ ഒരു പ്രോഡക്റ്റാണ് ക്രിറ്റിസിസം എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റാണ് ക്രിറ്റിസിസം. അപ്പോൾ ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ വെറുതെ വിമർശിക്കലല്ല, അതിൻ്റെ ഒരു വസ്തുതയുടെ, ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവങ്ങളുടെ ഗുണദോഷങ്ങളെ ഒരുപോലെ വിലയിരുത്തി നടത്തുന്ന വിമർശനമാണ് വിമർശനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ വിലയിരുത്തലാണ് വിമർശനം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ റിസർച്ചിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? റിസർച്ച് ഈസ് എ സിസ്റ്റമാറ്റിക് ആൻഡ് ക്രിട്ടിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ഇൻ ടു എ ഫിനോമിനൻ. രണ്ടാമത്, ഇറ്റ് ഈസ് നോട്ട് മിയർ എ കമ്പൈലേഷൻ ബട്ട് എ പർപ്പോസീവ് ഇൻവെസ്റ്റിഗേഷൻ. ഇറ്റ് എയിംസ് അറ്റ് ഡിസ്ക്രൈബിംഗ്, ഇന്റർപ്രറ്റിംഗ് ആൻഡ് എക്സ്പ്ലെയിനിങ് എ ഫിനോമിനൻ. അപ്പോൾ റിസർച്ചിന്റെ രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു പ്രശ്നത്തെ, ഒരു പ്രതിഭാസത്തെ ഡിസ്ക്രൈബ് ചെയ്യുക, വിശദീകരിക്കുക, ഇന്റർപ്രറ്റ് ചെയ്യുക, ആൻഡ് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട സംഗതി. മൂന്നാമത്തത്, ഇറ്റ് അഡോപ്റ്റ് സയന്റിഫിക് മെത്തേഡ്. ആർബിട്രറി മെത്തേഡ് അല്ല ഇതെടുക്കുക, ശാസ്ത്രീയമായ മാർഗങ്ങളിലൂടെയാണ് വിജ്ഞാനത്തിലേക്ക് എത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. നാലാമതായി, ഇറ്റ് ഈസ് ഒബ്ജക്റ്റീവ്, ലോജിക്കൽ, അപ്ലൈയിങ് പോസിബിൾ ടെസ്റ്റ് ടു വാലിഡേറ്റ് ദ മെഷറിംഗ് ടൂൾസ് ആൻഡ് ദ കൺക്ലൂഷൻസ് റീച്ച്ഡ്. അപ്പോൾ ഇത് സ്വീകരിക്കുന്ന മെത്തേഡ് എന്ത് തരത്തിലുള്ള മെത്തേഡാണ്? വസ്തുതാപരമായ മെത്തേഡുകളാണ്. ഒബ്ജക്റ്റീവ് മെത്തേഡാണ്, അല്ലാതെ സബ്ജക്റ്റീവ് മെത്തേഡല്ല. ഒബ്ജക്റ്റീവ്, ലോജിക്കൽ, അപ്ലൈയിങ് പോസിബിൾ ടെസ്റ്റ് ടു വാലിഡേറ്റ് ദ മീനിങ് ടൂൾസ്, മെഷറിംഗ് ടൂൾസ് ആൻഡ് ദ കൺക്ലൂഷൻസ് റീച്ച്ഡ്. അടുത്തതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അഞ്ചാമത്തെ, ഇറ്റ് ഈസ് ബേസ്ഡ് അപ്പോൺ ഒബ്സർവബിൾ എക്സ്പീരിയൻസ് ഓർ എംപിരിക്കൽ എവിഡൻസ്. അപ്പോ വസ്തുതകളുടെ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അത് ചിലപ്പോൾ ഒബ്സർവബിൾ ആവാം, നിരീക്ഷിക്കാൻ പറ്റുന്നതാവാം, അല്ലെങ്കിൽ നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ എംപിരിക്കൽ ആവാം. എങ്ങനെയായാലും തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വിജ്ഞാനത്തിലേക്ക് എത്തുന്നത്, ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലല്ല എന്നുള്ളതാണ്. 6, റിസർച്ച് ഈസ് ഡയറക്റ്റഡ് ടുവാർഡ്സ് ഫൈൻഡിങ് ആൻസേഴ്സ് ടു പെർട്ടിനന്റ് ക്വസ്റ്റ്യൻസ് ആൻഡ് സൊല്യൂഷൻ ടു പ്രോബ്ലംസ്. വളരെ നല്ല നിലനിൽക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരവും നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരവും നിർദ്ദേശിക്കലാണ് റിസർച്ചിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഏഴാമതായ അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഇറ്റ് എംഫസൈസ് ദ ഡെവലപ്മെന്റ് ഓഫ് ജനറലൈസേഷൻ, പ്രിൻസിപ്പിൾസ് ഓർ തിയറീസ്. അപ്പോൾ ഇതിന്റെ റിസർച്ചിന്റെ ഉൽപ്പന്നം എന്ന് പറയുന്നത് സാമാന്യവൽക്കരിക്കപ്പെട്ട അറിവാണ്. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന അറിവാണ് സാമാന്യവൽക്കരിക്കപ്പെട്ട അറിവ് എന്ന് പറയുന്നത്. ഇറ്റ് എംഫസൈസ് ദ ഡെവലപ്മെന്റ് ഓഫ് ജനറലൈസേഷൻ, അതുപോലെ തന്നെ തത്വങ്ങളും തിയറീസും രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. ജനറലൈസേഷൻ, പ്രിൻസിപ്പിൾസ് ആൻഡ് തിയറീസ്. അടുത്തൊരെണ്ണം അവസാനമായി പറയാൻ പറ്റുന്നത്, ദി പർപ്പസ് ഓഫ് റിസർച്ച് ഈസ് നോട്ട് ടു അറൈവ് അറ്റ് ആൻസർ വിച്ച് ഈസ് പേഴ്സണലി പ്ലീസിംഗ് ടു ദി റിസർച്ച്, ബട്ട് റാദർ വൺ വിച്ച് വിൽ സ്റ്റാൻഡ് അപ്പ് ദ ടെസ്റ്റ് ഓഫ് ക്രിറ്റിസിസം. റിസർച്ചിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? റിസർച്ച് വിൽ സ്റ്റാൻഡ് അപ്പ് ദ ടെസ്റ്റ് ഓഫ് ക്രിറ്റിസിസം.
ക്രിറ്റിസിസം എന്നാൽ എന്തെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. എന്താണ് ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ? എ സീരിയസ് എക്സാമിനേഷൻ ആൻഡ് ജഡ്ജ്മെന്റ് ഓഫ് സംതിങ്. അപ്പോൾ നമ്മുടെ വിജ്ഞാന അന്വേഷണം അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ വിജ്ഞാന അന്വേഷണം ക്രിറ്റിസിസത്തിന് വിധേയമാകുന്ന തരത്തിൽ ക്വാളിറ്റിയുള്ള ഒന്നായിരിക്കണമെന്നുള്ളതാണ് റിസർച്ചിന്റെ അടുത്തൊരു ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞ് ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. റിസർച്ച് ഈസ് എ സിസ്റ്റമാറ്റിക് ആൻഡ് ക്രിട്ടിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ഇൻടു എ ഫിനോമിനൻ. Second one is, it is not a mere compilation but a purposive investigation. It aims at describing, interpreting and explaining a phenomenon. 3 എന്ന് പറയുന്നത്, it adopts scientific method. 4, it is objective and logical, applying possible tests to validate the measuring tools and the conclusions reached. 5th one എന്ന് പറയുന്നത്, it is based upon observable experience or empirical evidence. 6th one എന്ന് പറയുന്നത്, research is directed towards finding answers to pertinent questions and solutions to problems. 7th one എന്ന് പറയുന്നത്, it emphasizes the development of generalization, principles or theories. Last one, the purpose of research is not to arrive at an answer, but which will stand up the test of criticism. Okay.